രണ്ടാം മഹാറാണിയും ഷാവ്ഷെങ്ങിന്റെ ഭാഗം നിൽക്കുന്നത് കണ്ട് രാജകുമാരിക്ക് ദേഷ്യം വരികയാണ്. അവര് രണ്ടാം മഹാറാണിയും രാജാവും വളരെ സ്നേഹത്തിലാണെന്നും എന്റെ അമ്മ മിണ്ടായിരിക്കുന്ന പോലെ ഞാൻ മിണ്ടായിരിക്കില്ലെന്നും പറഞ്ഞ് ബഹളം വെക്കുകയാണ്. രാജകുമാരിയുടെ അതിരെ കടന്ന സംസാരം കേട്ട് രണ്ടാം മഹാറാണി മുഖത്തേക്ക് ഒരൊറ്റൊന്ന് കൊടുക്കും. എന്നിട്ട് ഉടനെ തന്നെ മഹാറാണിയുടെ ക്ഷമ ചോദിക്കുകയും ഇനിയും ഇവളെ അടിച്ചില്ലെങ്കിൽ ഇവള് പഠിക്കില്ലെന്ന് പറയുകയും ചെയ്യുകയാണ്. രാജകുമാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടെന്താണ് എല്ലാവരും കൂടെ എന്നെ ശിക്ഷിക്കുന്നത് എന്ന്. ഇത് കേട്ട് രാജകുമാരൻ പറയും, നീ നുണ പറയുന്നത് നിർത്തിക്കോ, നീയല്ലേ 2 ദിവസം മുമ്പ് ഷാവ്ഷെങ്ങിനെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. ഇത് കേട്ടുകൊണ്ട് വന്ന ലിംബോയും ബാക്കിയുള്ളവരും ഷാവ്ഷെങ്ങിനെ നോക്കുകയാണ്. ഉടനെ തന്നെ ഷാവ്ഷെങ് അവളാണ് ഈ ട്രാപ്പ് ഉണ്ടാക്കി വെച്ചതെന്നും തന്നെ 2 ദിവസം മുമ്പ് രാജകുമാരി കുളത്തിൽ തള്ളിയിടുകയും മേലിൽ കല്ലെറിയുകയും ചെയ്തുവെന്ന് രാജാവിനോട് സത്യം പറയുകയാണ്. ഇത്രയെല്ലാം ഞാൻ തിരിച്ചു ചെയ്തിട്ടും രാജകുമാരി അതിൽ നിന്നും ഒരു പാഠം പഠിച്ചിട്ടില്ല. രാജകുമാരി കോപത്തോടൊക്കെ ഷാവ്ഷെങ്ങിനോട് പറയും, നിന്റെ നിരക്ക് ശരിക്കും വിഷമുള്ള പാമ്പിനെയായിരുന്നു എറിയേണ്ടിയിരുന്നത്, അപ്പൊ നീ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഇത് കേട്ടെല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്.